ഹലോ ഫ്രണ്ട്സ്, 2021 മുതൽ രാഷ്മിക മന്ദാന അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ്സുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. 2021 നന്ദകിഷോറിന്റെ സംവിധാനത്തിൽ ധ്രുവ് ഷാർജ, രാഷ്മിക മന്ദാന പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു പൊകര്. കന്നഡത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ചുവെങ്കിലും ഓഡിയൻസിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2021 തന്നെ ഭാഗ്യരാജ് കണ്ണന്റെ സംവിധാനത്തിൽ തമിഴിൽ റിലീസിനെത്തിയ ചിത്രമായിരുന്നു സുൽത്താൻ. കാർത്തിയും രാഷ്മിക മന്ദാനയും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം പുഷ്പ ദ റൈസ്. 2021 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സുകുമാരായിരുന്നു. അല്ലു അർജുൻ, രാഷ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം സാമ്പത്തികമായി മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2022 കിഷോർ തിരുമല സംവിധാനം ചെയ്ത് ശർവാനന്ദ്, രാഷ്മിക മന്ദാന എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അടവല്ലു മീക്കു ജോഹർലു. ഈ ചിത്രം ഓഡിയൻസിൽ നിന്നും മിക്സഡ് റിവ്യൂസ് നേടിയെങ്കിലും നിർമ്മാതാവിന് നഷ്ടമായിരുന്നു നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം സീതാരാമം. ഹനു രാഘവപുടിയുടെ സംവിധാനത്തിൽ 2022 തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ, മൃണുൽ താക്കൂർ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. രാഷ്മിക മന്ദാന ഈ ചിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റോൾ ആയിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം വൻ സാമ്പത്തിക വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2022 രശ്മിക മന്ദാന അഭിനയിച്ച് പുറത്തിറങ്ങിയ അവസാന ചിത്രമായിരുന്നു ഗുഡ് ബൈ. ഹിന്ദിയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വികാസ് ബാല ആയിരുന്നു. അമിതാഭ് ബച്ചൻ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബോംബായിട്ടായിരുന്നു അവസാനിച്ചിരുന്നത്. 2023 രശ്മിക മന്ദാന തമിഴിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വാരിസ്. വംശി പൈഡിപ്പള്ളി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ വിജയായിരുന്നു നായകൻ. സാമ്പത്തികമായി ഈ ചിത്രം നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തുവെങ്കിലും ഓഡിയൻസിൽ നിന്നും ചിത്രത്തിന് മോശം റിവ്യൂസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. അടുത്ത ചിത്രം മിഷൻ മജ്നു. ഹിന്ദിയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ് മൽഹോത്രയും രാഷ്മിക മന്ദാന എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഈ ചിത്രത്തിന് മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. അടുത്ത ചിത്രം അനിമൽ. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രൺബീർ കപൂർ, രാഷ്മിക മന്ദാന, ബോബി ഡിയോൾ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഡിയൻസിൽ നിന്നും മിക്സഡ് റിവ്യൂസ് നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. രാഷ്മിക മന്ദാന അഭിനയിച്ച് 2024 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പുഷ്പ ദ റൂൾ. സുകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അല്ലു അർജുൻ ആയിരുന്നു നായകൻ. ബോക്സ് ഓഫീസിൽ വൻ സാമ്പത്തിക വിജയമായിരുന്നു ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2025 ലക്ഷ്മൺ ഉദയകറിന്റെ സംവിധാനത്തിൽ ഹിന്ദിയിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചാവ. വിക്കി കൗശൽ നായകനായ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി രാഷ്മിക മന്ദാന അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളാണ് സിക്കന്ദർ, ദ ഗേൾ ഫ്രണ്ട്, കുബേര, താമ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്